ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സമൂഹ മാധ്യമ വിലക്ക് പിൻവലിച്ചിട്ടും സർക്കാരിനെതിരെ രണ്ടാം ദിവസവും പ്രതിഷേധം തുടർന്ന നേപ്പാളിലെ യുവാക്കൾ. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ പാർലമെന്റിന് മുന്നിൽ സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. പ്രതിഷേധങ്ങളെ തുടർന്ന് 3 മന്ത്രിമാർ രാജിവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടേക്കുമെന്നാണ് അഭ്യൂഹം. സമൂഹമാധ്യമ നിരോധനത്തിനെതിരെ യുവതലമുറയുടെ ജൻസി വിപ്ലവത്തിനൊടുവിൽ വിലക്ക് പിൻവലിച്ചെങ്കിലും പ്രതിഷേധം അടങ്ങുന്നില്ല. സർക്കാരിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി ജൻസി സമരം വൻ ജനകീയ പ്രക്ഷോഭമായി മാറി. നിരോധനാജ്ഞ ലംഘിച്ച് കാഠ്മണ്ഡുവിൽ പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നാണ് സമരക്കാരുടെ മുന്നറിയിപ്പ്. മന്ത്രിമാരുൾപ്പെടെ പല നേതാക്കളുടെയും വീടുകൾ സമരക്കാർ തകർത്തു. നേതാക്കളുടെ വീടുകൾക്ക് തീയിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭം കടുക്കുന്നതിനിടെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടേക്കുമെന്നാണ് അഭ്യൂഹം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനുള്ള പിന്തുണ നേപ്പാളി കോൺഗ്രസ് പിൻവലിച്ചേക്കും. സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സംഘർഷത്തിൽ ഇതുവരെ 20ഓളം പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. നേപ്പാളിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വീടുകൾക്കും നേരെ തീവയ്പും കല്ലേറും നടക്കുന്നു. സമരക്കാർക്ക് നേരെ സൈന്യം പലതവണ വെടിയുതിർത്തു. പ്രധാനമന്ത്രി രാജിവെക്കും വരെ പ്രക്ഷോഭം എന്നാണ് സമരക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി ദുബായിലേക്ക് കടക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോഴും കാഠ്മണ്ഡുവിൻ്റെ എല്ലാ മേഖലകളിലും നഗരഹൃദയത്തിലാകെ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. തെരുവ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ വീടിന് തീയിടുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ വസതിയൊക്കെ ആളുകൾ കയ്യേറുന്നു. അവിടേക്കൊക്കെ അക്രമം നടക്കുന്നു. പ്രധാനമന്ത്രി രാജ്യം വിടാൻ പോകുന്നു. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ? സർക്കാർ രാജിവെച്ചേക്കുമെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ രാജിവെച്ച് ഈ പ്രശ്നപരിഹാരത്തിന്റെ സാധ്യത തെളിയുന്നുണ്ടോ ഇപ്പോൾ കാഠ്മണ്ഡുവിൽ, നേപ്പാളിൽ? വിജയകുമാർ, അങ്ങനെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു തരത്തിലും സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നേപ്പാളിലെ വലിയ പ്രക്ഷോഭം മാറിക്കഴിഞ്ഞു. നമ്മൾ മുൻപ് ശ്രീലങ്കയിലും തൊട്ടടുത്ത് ബംഗ്ലാദേശിലും കണ്ടതുപോലെ ജനം വലിയ രൂപത്തിൽ ജനക്കൂട്ടം, ആൾക്കൂട്ടം ഒരു സംഘടിതമായ രൂപത്തിൽ അല്ലെങ്കിൽ പോലും വലിയ രൂപത്തിലുള്ള ആൾക്കൂട്ടം പ്രക്ഷോഭമായി മാറുന്നു. ആ പ്രക്ഷോഭം സർക്കാരിനെതിരെ വലിയ വികാരം, സമരമായി മാറുന്നു, പോരാട്ടമായി മാറുന്നു. ഇപ്പോൾ സൈന്യം ഇറങ്ങിയാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ മാത്രമല്ല കാഠ്മണ്ഡുവിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സൈന്യം ഇറങ്ങിയാണ് പ്രക്ഷോഭകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 1 മണിക്കൂർ മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഉണ്ടായ പ്രക്ഷോഭം, സമരം, പോരാട്ടം ഇപ്പോൾ നേപ്പാളിലെ മന്ത്രിമാരുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും ഇപ്പോൾ പ്രസിഡന്റിന്റെയും വീടിന് നേരെയുള്ള ആക്രമണമായി മാറിക്കഴിഞ്ഞു. നേരത്തെ ഇന്നലെ പാർലമെന്റിന് മുന്നിലായിരുന്നു പ്രക്ഷോഭമെങ്കിൽ ഇന്ന് മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം, അത് തീവയ്ക്കുന്ന രൂപത്തിലേക്കും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് തീവയ്ക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. അങ്ങനെ സംഘർഷം അതിരൂക്ഷമാകുന്നു. കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നേപ്പാൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പരിഹരിക്കാൻ, ഇത് നിയന്ത്രിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അന്തരീക്ഷം. ഇന്ന് വൈകിട്ട് അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാൻ പോലുമുള്ള സമയമില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ മന്ത്രിമാരുടെയും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീടിന് നേരെയാണ് ആക്രമണം രൂക്ഷമായിട്ടുള്ളത്. വലിയ ആൾക്കൂട്ടം, ഒരു തരത്തിലും ഒരു സംഘടിത രൂപത്തിലല്ലാത്ത ആൾക്കൂട്ടം വലിയ രൂപത്തിൽ ഈ മന്ത്രിമാരുടെയും പാർലമെന്റിനെയും ഒക്കെ നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് നേപ്പാളിൽ ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി തന്നെ അടിയന്തരമായി ഇപ്പോൾ ഒരുപക്ഷെ രാജ്യം വിട്ടേക്കുമെന്ന സൂചന. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അത് അടച്ചിടാൻ പോവുകയാണ്.
ഒരുപക്ഷെ വിമാനത്താവളത്തിലേക്കും ഒക്കെ സംഘർഷം വ്യാപിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ്. കാരണം ഇത് സംഘർഷം വ്യാപിക്കുമ്പോൾ ഈ മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അത് നേപ്പാളിനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടാൻ പോകുന്നു. പ്രധാനമന്ത്രിയുടെ വീടിന് ചുറ്റും ഏതാണ്ട് 3 സൈനിക ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുമെന്ന ചർച്ചകൾ എന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണത്. എന്തായാലും ദുബായിലേക്ക് അദ്ദേഹം പോകുന്നതിന് വേണ്ടി UAE-യുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാൾ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇന്നലെ തുടങ്ങിയ സമരം, പ്രക്ഷോഭം, പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഒരു ജൻസി പ്രക്ഷോഭമായി തുടങ്ങിയ പോരാട്ടം ഇപ്പോൾ ബഹുജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ പോരാട്ടമായി, അഴിമതി നിറഞ്ഞ സർക്കാർ രാജിവെക്കണമെന്ന ഒരേ ഒരു ആവശ്യത്തിലേക്ക്, പ്രധാനമന്ത്രി രാജിവെച്ച് സർക്കാർ താഴെ ഇറങ്ങണമെന്ന ഒരേ ഒരു ആവശ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ആവശ്യം മാത്രമായി നിർത്തിക്കൊണ്ട് സമരം മാറുകയാണ്. സമരത്തിന്റെ രൂപം മാറുകയാണ് വിജയകുമാർ. യെസ്, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഏതായാലും പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന് ഒരു പക്ഷേ എന്താണ് ദുബായിൽ രാഷ്ട്രീയ അഭയം തേടാൻ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. ഏതായാലും ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമാണ്, അത് കലാപത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു നേതാവില്ലാത്ത പ്രക്ഷോഭമായതുകൊണ്ട് അത് ഏത് വഴിക്ക് പോകും, എങ്ങനെ അതിൻ്റെ അന്ത്യം എന്നത് സംബന്ധിച്ച സൂചനകളൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട മട്ടിലാണ്. കാഠ്മണ്ഡുവിലെ തെരുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ രാവിലെ മുതൽ നമ്മൾ ഇപ്പോൾ വരെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. വലിയ സമാന സാഹചര്യം ഇവിടെ തുടരുകയാണ്. അതേസമയം ഈ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ നേപ്പാളിൽ മലയാളികൾ കുടുങ്ങി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാഠ്മണ്ഡു ഗോശാലയ്ക്ക് സമീപമാണ് 40ഓളം വരുന്ന ടൂറിസ്റ്റുകളുടെ സംഘം ഇപ്പോൾ കുടുങ്ങിയത്. കൊടുവള്ളി മുക്കം മേഖലയിൽ നിന്നുള്ള ആളുകളാണ് അവിടെ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. അവരുടെ ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം അതിലേക്ക്. ഞങ്ങളിപ്പോൾ ഇവിടെ റോട്ടിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി എന്താണ് എന്നുള്ളത് അറിയില്ല. ഇവിടെ കർഫ്യൂ ആണ്. മറ്റു വാഹനങ്ങളൊന്നും റോട്ടിലില്ല. റോഡൊക്കെ കാലിയാണ്, വിജനമാണ്. ആളുകൾ ഇങ്ങനെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. പ്രശ്നം അതിരൂക്ഷമാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടാണ്. കുറേ ടൂറിസ്റ്റ് വണ്ടികളുണ്ട് ഇവിടെ. നമ്മൾ ആളുകളൊക്കെ അതും ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു രക്ഷയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഹോട്ടലിലേക്ക് വരെ എത്താൻ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇവർ അവിടെ കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഏതോ ഭാഗത്ത് അകപ്പെട്ടിട്ടുണ്ട്, കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണോ അവർ പറയുന്നത്? ഈ ത്രിഭുവൻ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ബാധിക്കപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ടൂർ പാക്കേജിൻ്റെ ഭാഗമായി പോയിട്ടുള്ളവരാണെങ്കിൽ അവർ തന്നെ ആയിരിക്കും ഇവരെ തിരികെ കൊണ്ടുവരേണ്ടത്. എന്താണ് അവരെപ്പറ്റി നമുക്ക് ലഭ്യമായിരിക്കുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, വലിയ പ്രതിസന്ധിയിലാണ് ആ വിനോദയാത്രയ്ക്ക് പോയ സംഘം എന്ന വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 40 അംഗ സംഘമാണ് കുടുങ്ങിക്കിടക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മുക്കം, കൊടുവള്ളി, കൊടിയത്തൂർ ആ ഭാഗങ്ങളിൽ നിന്ന് പോയ ആളുകളാണ്. അവരിപ്പോൾ റോഡിലാണുള്ളത്. നമ്മളിപ്പോൾ പ്രതികരണം കേട്ടതാണ്. ഹോട്ടൽ മുറിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. രക്ഷ തേടി പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ഇവിടെ നിന്നും അവർക്ക് അഭയം ലഭിച്ചില്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മലയാളികൾ ഉള്ളത്. റോഡിൽ ടയർ ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീതിജനകമായ, ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാളികൾ അവിടെ നിൽക്കുന്നത്. അവർ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് കേരള സർക്കാരിനോട്. ഏതെങ്കിലും രീതിയിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സഹായം തേടുന്നുണ്ട്. 40 പേരാണ് നിലവിൽ വിനോദസഞ്ചാരത്തിന് കഴിഞ്ഞ ദിവസമാണ് അവർ അങ്ങോട്ട് പോയത്. 40 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ആ 40 പേരിൽ ഒരാളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവരുടെ ആ വാക്കുകളിൽ തന്നെ എത്രത്തോളം ഭയാനകമാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നത് വ്യക്തമാണ്. വിജയകുമാർ. യെസ്, കാഠ്മണ്ഡുവിലാണ് മലയാളികൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അവർക്ക് നാട്ടിലേക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കണമെന്നവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം അവിടെയുള്ള ഇന്ത്യക്കാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നേപ്പാളിൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാകും. അവർക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യം വൈകാതെ രൂപപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളികൾ കോഴിക്കോട്, മലപ്പുറം മേഖലകളിൽ നിന്നൊക്കെയുള്ള, കൊടുവള്ളി, മുക്കം മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അവിടെ അകപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നത്. അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. അതേസമയം നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ
അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്ന പുതിയ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് കാഠ്മണ്ഡുവിൽ നിന്ന് വാർത്താ ഏജൻസികൾ നൽകിയതാണ് ഈ ദൃശ്യം. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുകളിൽ ആ വസതിയുടെ സമീപത്തേക്ക് ആ ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നതാണ്. അദ്ദേഹം ദുബായിലേക്ക് പോകും എന്ന അഭ്യൂഹം അവിടെ പ്രചരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ അഭയം തേടുന്നതുമായി ബന്ധപ്പെട്ട് UAE-യുമായി ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ സൂചനകൾ, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുകളിൽ അല്ലെങ്കിൽ ആ വസതിയിലേക്ക് പറന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസി കാഠ്മണ്ഡുവിൽ നിന്ന് നൽകുന്നത്. നമ്മൾ ഇന്നത്തെ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം പെരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ പോലീസ് നുണക്കഥ മെനഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച്. നിരപരാധിയായ ബിന്ദുവിനെ മോഷ്ടാവായി ചിത്രീകരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനും കൈമാറി. നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നാണ് കടുത്ത മാനസിക പീഡനം നേരിട്ട ബിന്ദുവിന്റെ പ്രതികരണം. പനയമുട്ടം സ്വദേശിയായ ബിന്ദു പേരൂർക്കടയിൽ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് ഉടമയായ ഓമന ഡാനിയലിന്റെ സ്വർണ്ണമാല മോഷണം പോയത്. ഓമനയുടെ പരാതിയെ തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച പേരൂർക്കട പോലീസ് ക്രൂരമായി പെരുമാറി. ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലയ്ക്ക് പുറത്തുള്ള DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. തുടർന്ന് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരൻ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. ഓമനയുടെ വീട്ടിലെ സോഫയിൽ നിന്നാണ് മാല ലഭിച്ചത്. എന്നാൽ വീടിന് പുറത്തുനിന്ന് മാല കിട്ടിയെന്ന മൊഴി പറഞ്ഞാൽ മതിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഓമനയോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത വിവരം CI ശിവകുമാറിന് അറിയാമായിരുന്നു. പോലീസ് കെട്ടുകഥയുണ്ടാക്കുകയായിരുന്നു. ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ബിന്ദുവിനെ അന്യായമായി തടവിൽ വെച്ചതിന് ശിവകുമാറിനെതിരെയും വ്യാജ പരാതിയിൽ ഓമനയ്ക്കെതിരെയും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഈ ഓമന ഡാനിയൽ മാല കിട്ടിയെന്നുള്ള വിവരം വന്ന് സ്റ്റേഷനിൽ വന്ന് പ്രസന്നോടും പറഞ്ഞിട്ടും അത് ആ കുറ്റം എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിത്തരയായിരുന്നു. പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെ പോകും. നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും. അവർക്ക് ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിലവിൽ SI പ്രസാദ് അടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ പേരൂർക്കട പോലീസ് സ്വീകരിച്ചത്. ബിന്ദുവിന്റെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ പരാതി പ്രവാഹം. മധു ബാബു സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മുൻ സൈനികൻ ആരോപിച്ചു. രാഷ്ട്രീയ നേതാക്കളും സിനിമാ നിർമ്മാതാവും ഉൾപ്പെടെ മധു ബാബുവിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പുച്ഛത്തോടെയാണ് മധു ബാബുവിന്റെ പ്രതികരണം. കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അപ്പം തന്നെ എൻ്റെ 2 കോളറിലും കുത്തിപ്പിടിച്ച്, എന്താടാ പൈസ കൊടുക്കാത്തതെന്നും പിടിച്ചിട്ട് എന്നെ ഏകദേശം ഒരു 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. 2006 ജനുവരിയിൽ ചേർത്തല SI ആയിരിക്കെയാണ് സൈനികനായ സുബൈറിനെ മധുബാബു ക്രൂരമായി മർദ്ദിച്ചത്. കുടുംബത്തിനു മുന്നിൽ വെച്ച് നടത്തിയ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സുബൈർ 3 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. നിയമപോരാട്ടത്തിനൊടുവിൽ മധുബാബുവിനെ കോടതി ശിക്ഷിച്ചു. എന്നിട്ടും വകുപ്പുതല നടപടിയുണ്ടായില്ല. മധുബാബുവിൽ നിന്നുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞ സിനിമാ നിർമ്മാതാവ് ഷീല കുര്യനും രംഗത്തെത്തി. ഇയാൾ വളരെ അപമര്യാദയായിട്ടാണ് എന്നോട് അന്ന് സംസാരിച്ചതും പെരുമാറിയതും. എന്നിട്ട് അവർ ഈ പ്രതിയായി ആരോപിക്കപ്പെട്ടെന്ന് ആ നൗഷാദിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് അനുകൂലമായി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായി എൻ്റെ മുന്നിൽ വെച്ച് റിപ്പോർട്ട് എഴുതുകയാണ്. മധുബാബുവിനെതിരെ കൊല്ലം പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാനും രംഗത്തെത്തി. മധുബാബു പോലീസിലെ 1ാം നമ്പർ ക്രിമിനലാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പത്തനംതിട്ടയിലെ കസ്റ്റഡി മർദ്ദനത്തിൽ മുൻ DGP സെൻകുമാറാണ് കേസ് അട്ടിമറിച്ചതെന്ന് മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മധുബാബു പരാതി പ്രളയത്തിലും ആത്മവിശ്വാസത്തിലാണ്. ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് പിതാവ് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. പിതാവിന്റെ അകാല മരണത്തിന് ഇടയാക്കിയത് പോലീസ് ലാത്തിചാർജാണെന്ന് വിജയ് ഇന്ദുചൂടൻ 24നോട് പറഞ്ഞു. 2001 അച്ഛൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അടൂരുണ്ടാകുന്ന ഒരു വലിയ ലാത്തിചാർജിൽ അന്ന് ASP മനോജ് അബ്രഹാം നേതൃത്വം കൊടുത്ത ഒരു പോലീസ് മർദ്ദനത്തിൽ അച്ഛന് ഭീകരമായി പരിക്കേൽക്കുകയും നട്ടെല്ലും അതുപോലെ തന്നെ തലയ്ക്കും പെടലിക്കും ക്ഷതമേൽക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റാഫി കരീം, 24, കൊച്ചി. ലോക്കപ്പ് മർദ്ദനം നടത്തുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് CPM നേതാവ് തോമസ് ഐസക്. പോലീസ് അതിക്രമങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ നയം. അതാണ് മുൻ ജഡ്ജിയെ ഉൾപ്പെടുത്തി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി രൂപീകരിച്ചത്. എല്ലാ കാലത്തും പോലീസിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുമെന്നും തോമസ് ഐസക് പറഞ്ഞു.
സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത്. ഒരു ജഡ്ജിയെ തന്നെ എൻ്റെ അധ്യക്ഷനായിട്ട് വെച്ചത്. പോലീസിലെന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ രമേശ് ചന്ദ്രനെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ്. അതേസമയം പോലീസ് മർദ്ദന ആരോപണങ്ങളിൽ ന്യായീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് MV ജയരാജന്റെ വാദം. രാഹുൽ പീഡിപ്പിച്ച എല്ലാ സ്ത്രീകളും കോൺഗ്രസ് കുടുംബത്തിലാണ്. ഇത്ര തൊലിക്കെട്ടി തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോയ ആ കണ്ടാമൃഗത്തിന് പോലും ഇല്ല. ചടിയന്റെ കാലത്തുണ്ടായ പോലീസ് വേട്ടയേക്കാൾ വലതുപക്ഷ മാധ്യമ വേട്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സംസ്ഥാന പോലീസ് മേധാവിക്ക് രൂക്ഷ വിമർശനവുമായ ഫയർഫോഴ്സ് മേധാവി DGP യോഗേഷ് ഗുപ്ത. പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ടേക്ക് എന്നാണ് യോഗേഷ് ഗുപ്തയുടെ വിമർശനം. സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖറിന് യോഗേഷ് ഗുപ്ത കത്തു നൽകി. തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിക്കാത്തതിനാലാണ് ഈ വിമർശനം. സർക്കാരിന്റെ അതൃപ്തിയുടെ ഭാഗമായിട്ടായിരുന്നു വിജിലൻസ് തലപ്പത്ത് നിന്നും ഫയർഫോഴ്സിലേക്കുള്ള യോഗേഷ് ഗുപ്തയുടെ മാറ്റം. കേന്ദ്ര സർവീസിൽ DGP-ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ടിനായി 9 തവണ യോഗേഷ് ഗുപ്ത ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും അപേക്ഷ നൽകിയിരുന്നു. ഇതുകൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ലഭിച്ചു. വിജിലൻസ് ക്ലിയറൻസ് പോലീസ് മേധാവി നൽകണമെന്നുള്ളതായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിജിലൻസ് സർട്ടിഫിക്കറ്റ്. ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് തീരുമാനമെടുക്കുന്ന സമയത്താണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചത്. അതിനുശേഷമാണ് പുതിയ പോലീസ് മേധാവിയോട് വിവരാവകാശ പ്രകാരം യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് രഹസ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യമായതിനാൽ തനിക്ക് തരാൻ കഴിയില്ലെന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി വിവരാവകാശ ഓഫീസർ മറുപടി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താറുമാറാകുകയാണ് എന്ന് യോഗേഷ് ഗുപ്ത രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സർക്കാർ നിരന്തരം ദ്രോഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വനിതാ SI-മാർക്ക് മോശം സന്ദേശങ്ങൾ അയച്ചെന്ന പരാതിയിൽ ക്രമസമാധാന വിഭാഗം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ VG വിനോദ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. ആരോപണങ്ങൾ നിഷേധിച്ച വിനോദ് കുമാർ SP എന്ന നിലയിൽ ജോലിയുടെ ഭാഗമായാണ് സന്ദേശങ്ങൾ അയച്ചത് എന്ന് മൊഴി നൽകി. പരാതിക്കാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. പോലീസ് ആസ്ഥാനത്തെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലെ SP മെറിൻ ജോസഫാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചിട്ടില്ല. അയച്ചത് ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് മെസ്സേജുകളാണ്. വനിതാ പോലീസുകാർക്ക് മാത്രമായി അയച്ചതല്ല, ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി അയച്ചതാണെന്നുമാണ് വിനോദ് കുമാറിന്റെ മൊഴി. പത്തനംതിട്ട SP ആയിരിക്കെ VG വിനോദ് കുമാർ തൊഴിൽ സ്ഥലത്ത് മാനസികമായി പീഡിപ്പിച്ചെന്നും മോശം സന്ദേശങ്ങൾ അയച്ചെന്നും കാട്ടി പത്തനംതിട്ടയിലെ 2 വനിതാ SI-മാരാണ് കഴിഞ്ഞ മാസം റേഞ്ച് DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. വനിതാ SI-മാരുടെ മൊഴിയെടുത്ത അജിത ബീഗം രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയാനുള്ള പോസ്റ്റ് നിയമപ്രകാരം അന്വേഷണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് DGP മെറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൈമാറിയത്. ആറന്മുള പോക്സോ കേസ് അട്ടിമറി ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾപ്പെട്ടതിനെ തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിനോദ് കുമാറിനെ നീക്കിയത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വനിതാ SI-മാർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിനോദ് കുമാറും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി ആദ്യ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ സംയുക്ത സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. BJD, BRS, ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 10 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി. 2 ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരയ്ക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുണ്ട്. നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. എതിരെ ആന്ധ്ര സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. 239 രാജ്യസഭാ MP-മാരും 542 ലോക്സഭാ MP-മാരും ഉൾപ്പെടെ 781 MP-മാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ടോറൽ കോളേജിൽ ഉൾപ്പെടുന്നത്.
ബിജു ജനതാദളും ഭാരത് രാഷ്ട്ര സമിതിയും ശിരോമണി അകാലിദളും വിട്ടുനിൽക്കുന്നതിനാൽ വോട്ട് ചെയ്യുന്ന എംപിമാരുടെ എണ്ണം 769 കുറയും. ഇതോടെ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനാകും. 427 വോട്ടുകൾ ലഭിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. അതേസമയം ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ ഒന്നുപോലും പാഴാകില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമാവധി വോട്ടുകൾ പൊളിയിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ വോട്ടുകൾ പരമാവധി ചോർന്നു പോകാതെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. NDAക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിലും ഇരു സഭകളിലുമായി 324 വോട്ടുകളുള്ള പ്രതിപക്ഷത്തിന് ഒരു വോട്ട് കൂടുതലായി ലഭിച്ചാൽ പോലും അത് വലിയ രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ കഴിയും. 24 ഡൽഹി. കാഠ്മണ്ഡുവിൽ നിന്ന് ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ വസതി അക്രമികൾ, ഈ പ്രക്ഷോഭകർ കത്തിച്ചു എന്നതാണ്. കലാപം അത് കുറെ കൂടി സങ്കീർണമാവുകയാണ്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീട് പ്രക്ഷോഭകർ കത്തിച്ചു. അതുകൂടാതെ മുൻ പ്രധാനമന്ത്രി പ്രചണ്ഡ, ഷേർ ബഹാദൂർ ദുബെ, മന്ത്രിമാരായ ദീപക് ഖഡ്ഗ, പൃഥ്വിസുബ ഗുർഗ എന്നിവരുടെ വീടുകളും കത്തിച്ചു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഓഫീസുകൾ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്ന് വരുന്നുണ്ട്. സംഘർഷം വ്യാപിക്കുകയാണ് കൂടുതൽ നഗരങ്ങളിലേക്ക് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇടവേള കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീട് പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വസതികൾക്കും നേരെ തീവെപ്പും കല്ലേറും ഉണ്ടായി. സേനാ വിഭാഗങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. പലയിടത്തും ഈ യുവാക്കളുടെ വലിയ സംഘങ്ങൾ ഈ അവിടുത്തെ സുരക്ഷാ സേനാംഗങ്ങളെ ആക്രമിക്കുന്നതും അവരെ പിന്നോട്ടോടിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാഠ്മണ്ഡുവിൻ്റെ നഗരഭാഗങ്ങൾ പലയിടത്തും സേനകൾ പിന്മാറുന്നതും ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഏതാണ്ട് നമ്മൾ ശ്രീലങ്കയിൽ കണ്ട കാഴ്ച, ശ്രീലങ്കയിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളാകെ അവിടുത്തെ പ്രക്ഷോഭകർ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി പ്രസിഡന്റിൻ്റെയൊക്കെ കൊട്ടാരമൊക്കെ കയ്യേറി അത് സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം വീട് പോലെ ഉപയോഗിക്കുന്ന ശ്രീലങ്കക്കാരെ നമ്മൾ കുറച്ചുനാൾ മുമ്പ് കണ്ടു. സമാന കാഴ്ചയാണ് കാഠ്മണ്ഡുവിലും എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ നിലയിൽ, അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ ശ്രീലങ്കയിൽ കണ്ടതിനേക്കാൾ വലിയ ദൃശ്യങ്ങളാണ്. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത് കയ്യേറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു. വലിയ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും സാരികളും വസ്ത്രങ്ങളും സ്വർണ്ണമൊക്കെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് പൂർണ്ണമായും അഗ്നിക്കിരയാക്കുന്ന രൂപത്തിലേക്കാണ് നേപ്പാളിലെ കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സർക്കാർ കെട്ടിടങ്ങളും, ഇതിലേറ്റവും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം നേപ്പാളിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതി കത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുൻപുണ്ടായിരുന്നത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടുകയാണ്. തൊട്ട് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടുന്നു അല്ലെങ്കിൽ അടച്ചിടാൻ പോകുന്നു എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചിടാൻ പോവുകയാണ്. കാരണം നേപ്പാളിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, മന്ത്രിമാരുടെ വസതികൾ, ഇനി വിമാനത്താവളങ്ങൾക്കൊക്കെ ആക്രമണം വ്യാപിക്കുമോ എന്ന ഭയം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാ രൂപത്തിലും എങ്ങനെയെല്ലാം ഇതിനെ ഒരു നിമിഷം ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ അവിടെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഒരു മലയാളി ശ്രീ ജോബി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോബി, താങ്കൾ വിനോദയാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണോ? എങ്ങനെയാണ് അവിടെ കുടുങ്ങിയത്, അവിടെ എത്തിയത്? ഞാൻ വിനോദയാത്രാ സംഘത്തിൽപ്പെട്ട ആളല്ല. ഞാൻ ശിവമോഗ സുബയ്യ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ഓഫീസറാണ്. ഞാൻ സുബയ്യ മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരൻസിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഒരു 1:45 എൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാം ഡിലേ ആയിട്ട് കാണിക്കുന്നത്. മാത്രമല്ല എയർപോർട്ട് അടയ്ക്കാൻ പോകണമെന്നുള്ള സ്തുതിയും കേൾക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു. അരമണിക്കൂർ മുമ്പാണ് അവിടുന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. തിങ്സ് ആർ ലുക്കിംഗ് വെരി ബാഡ്. ഇപ്പോൾ താങ്കൾ ഈ ത്രിഭുവൻ വിമാനത്താവളത്തിനകത്താണ്, ഉള്ളിലാണുള്ളത്, അല്ലേ? ത്രിഭുവൻ വിമാനത്താവളം. ഹലോ, പറയൂ ജോബി, കേൾക്കുന്നു. അതെ 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 അപ്പോ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ഡിലേ ആണ്. അപ്പൊ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഒരു പക്ഷേ നിലച്ചേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, അല്ലേ? കുഴപ്പമില്ല, ഹലോ, കുഴപ്പമില്ല, സംസാരിക്കാം. പറഞ്ഞോളൂ. ചെയ്യാം. ജോബി, കേൾക്കാമോ?
യെസ്, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരിക്കൽ കൂടി ശ്രമിക്കാം. ശ്രീജിത്ത്, തുടരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി, മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ ഇങ്ങനെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് വരുന്നത് അവിടെ നിന്നും. തീർച്ചയായും സമാനതകളില്ലാത്തൊരു ദൃശ്യമാണിത്. ഒരുപക്ഷെ ഈ ഒരു കലാപം, ഇങ്ങനെയൊരു കലാപം സമീപകാലത്തൊന്നും നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം കാണാൻ. എല്ലാ മന്ത്രിമന്ദിരങ്ങളും അഗ്നിക്കിരയാക്കുക എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ജീവഹാനി ഉണ്ടാകാത്ത രൂപത്തിൽ അത് തന്നെ ഒരു ഭാഗ്യമായി വേണം കാണാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ ആ രൂപത്തിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും, അതിൽ ചേർത്ത് പറയേണ്ട പേര് അവിടെ പ്രസിഡന്റ് കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വസതിയും രാവിലെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതി അഗ്നിക്കിരയാക്കിയിരിക്കുന്നത്. എന്തായാലും പാർലമെന്റ് തകർത്ത് ഉള്ളിൽ കയറാനുള്ള ശ്രമം ഇപ്പോൾ സൈന്യം തടഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റ് മന്ത്രിമാരുടെ വീടുകളിലേക്ക് ആക്രമണം നടക്കുന്നു, അത് അഗ്നിക്കിരയാക്കുന്നു. ഏതാണ്ട് 4ഓളം മന്ത്രിമാരുടെ വീടുകൾ തന്നെ ഇപ്പോൾ ഈ നിമിഷം വരെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രിയുടെ വീട് അടക്കമാണുള്ളത്. അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങൾ, മന്ത്രിമാരുടെ വസതികളൊക്കെ അഗ്നിക്കിരയാക്കുന്നു. എല്ലാ രൂപത്തിലും വലിയ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ നേപ്പാൾ നേരിടുന്നത്. സർക്കാരിന് ഈ പ്രക്ഷോഭം നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു. മുൻപ് നമ്മൾ നേരത്തെ രാവിലെ വാർത്തകൾ നൽകുമ്പോൾ ഒരുപക്ഷെ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സൈന്യം എത്തുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് പ്രക്ഷോഭകർ സംഘടിതമായി വന്നു നിന്ന് സൈന്യത്തെ കാണാൻ സൈന്യമോ പോലീസോ ഇല്ലാത്ത രൂപത്തിലേക്ക് തെരുവുകൾ കയ്യേറി, പ്രദേശങ്ങൾ കയ്യേറി, മന്ത്രിമാരുടെ വീടുകൾ കയ്യേറി നിൽക്കുന്ന പ്രക്ഷോഭകരെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അങ്ങനെ നേപ്പാൾ സമ്പൂർണ്ണമായ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ഇപ്പോൾ ഇനി പ്രധാനമന്ത്രി ഒരുപക്ഷെ രാജ്യം വിടും എന്ന രൂപത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഏതാണ്ട് ഇപ്പോൾ രാജ്യം വിട്ട് ദുബായിലേക്ക് പോകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് വൈകിട്ട് അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. അത് നടക്കുമോ എന്ന് പോലും ഇപ്പോൾ ആശങ്കയുണ്ട്. ആ രൂപത്തിലാണ് ഇപ്പോൾ നേപ്പാളിലെ കാര്യങ്ങൾ. യെസ്, നേരത്തെ രാവിലെ മുതൽ തന്നെ നമ്മളോട് അവിടുത്തെ വിവരങ്ങൾ നൽകുന്ന ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ അവിടെ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, കാഠ്മണ്ഡുവിൽ നിന്ന്. ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ, ഒരു കലാപം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഔദ്യോഗിക വസതികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളൊക്കെ കത്തിക്കുന്ന തരത്തിലേക്ക് പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. എന്തെങ്കിലും അനുരഞ്ജനത്തിൻ്റെയോ സമവായത്തിൻ്റെയോ ഈ പ്രശ്നപരിഹാരത്തിൻ്റെയോ സാധ്യതകൾ സർക്കാർ തലത്തിലുണ്ടോ? ഇപ്പോൾ ഈ മന്ത്രിസഭ രാജിവെച്ചാൽ, അവിടുത്തെ സർക്കാർ രാജിവെച്ചാൽ, പ്രധാനമന്ത്രി രാജിവെച്ചാലൊക്കെ പ്രശ്നത്തിന് ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടാകും. ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ചർച്ചകളുണ്ടോ? ഈ പ്രധാനമന്ത്രി രാജിവെച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഇതൊരു മൊത്തം സിസ്റ്റം മാറ്റണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ കത്തിക്കുന്ന വീടുകൾ, ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നേരത്തെ മുതൽ അലിഗേഷൻ അല്ലെങ്കിൽ നേരത്തെ മുതൽ ആരോപണമുള്ള വീടുകളും അല്ലെങ്കിൽ ബിൽഡിങ്സും മാളുകളും ഒക്കെയാണ്. അത് ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ബിനാമികളുടെയും ആണ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇവർ ഈ കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ വീട് ഇവർ വളഞ്ഞിരിക്കുകയാണ്. എയർപോർട്ടും ഇപ്പം മിലിറ്ററി ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും മിനിസ്റ്റേഴ്സിന്റെയും വീടുകളിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പറന്ന്, മിനിസ്റ്റേഴ്സിന്റെ വീടുകളിൽ നിന്ന് ഹെലികോപ്റ്റർ ഇപ്പം പ്രധാനമന്ത്രിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരുപക്ഷെ എയർപോർട്ടിലോട്ട് പോകാനായിരിക്കാം. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിൽ പ്രചരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇതില് ശ്രീ രഞ്ജൻ, ഇതിൽ അവിടുത്തെ സൈന്യത്തിന്റെ നിലപാട് എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. സൈന്യം സർക്കാരിനൊപ്പം നിൽക്കുന്നുണ്ട്. എത്ര സമയം സൈന്യത്തിന് അങ്ങനെ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട സൈന്യത്തിൻ്റെത് ഇതുവരെ നമുക്ക് പുറത്തങ്ങനെ അവരുടെ പക്ഷം ഏതാണെന്ന് നമുക്ക് അറിയുന്ന പോലെ ആയിട്ടില്ല. പക്ഷെ പോലീസ് മേധാവി, കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ പോലീസ് മേധാവി രാജിവെച്ചിട്ടുണ്ട് അയാളുടെ ജോലിയിൽ നിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പോലീസിന് അതിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം. അല്ല, ഇപ്പോൾ ഈ പ്രക്ഷോഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ കേന്ദ്രീകരിക്കണമെങ്കിലോ, ഇപ്പോൾ സർക്കാർ രാജിവെക്കുക അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 10 ആവശ്യങ്ങൾ അത് കുറച്ച് എന്താ പറയാ, കുറച്ചൊരു ലോങ് ടേം ആവശ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറപ്ഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ളത്. അതിപ്പോ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ 2 ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. ഈ 2 ദിവസം ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കാരണം വന്നതാണ് അത്. പക്ഷെ ഇവര് KP ഓലിയൊക്കെ ഭയങ്കര ഹൈലി കറപ്റ്റഡ് ആണ്. അപ്പം ഓലി രാജിവെക്കുക അല്ലെങ്കിൽ ഓലി രാജ്യം വിടുന്നതോടെ ഒരു പക്ഷെ ഇവിടെ അരക്ഷാവസ്ഥ ഉണ്ടായേക്കാം. അല്ല, ഇതിൽ ശ്രീ രഞ്ജൻ, ഇതിലൊരു കൗതുകമുള്ളത്, ഇപ്പോൾ KP ശർമ്മ ഓലി ഈ പൊളിറ്റിക്കൽ അസൈലം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തേടാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് UAE-യിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഇന്ത്യയും ചൈനയും തൊട്ടടുത്തുണ്ട്. ഇന്ത്യയും ചൈനയുമായി നേപ്പാളിന് ഒരേപോലെ ബന്ധവുമുണ്ട്. ആ നിലയിൽ ഈ 2 രാജ്യങ്ങൾ അടുത്തുണ്ട്, ബന്ധമുള്ള. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയും ചൈനയും ഓപ്റ്റ് ചെയ്യാതെ UAE എന്നൊരു ഓപ്ഷൻ സ്വീകരിച്ചത്? എന്തെങ്കിലും വിവരമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, അതായത് നേപ്പാൾ ഉണ്ടായത് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര
വ്യക്തമായ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ. അപ്പം ഇന്ത്യൻ എംബസിയാണ് ഇവിടുത്തെ കാഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ എംബസിയും ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു എംബസിയാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ഭയങ്കര ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇന്ത്യൻ എംബസി അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എംബസി ഇവിടെ വ്യക്തമായ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ കാര്യത്തിൽ. KP ശർമ്മ ഒലിക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കരുതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പേര് വരാത്തത്. കാരണം ഇന്ത്യൻ ജനത ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 25 ലക്ഷത്തോളം ജനങ്ങളുണ്ട് ഇന്ത്യക്കാർ. അപ്പം ഇന്ത്യക്കെതിരെ ആ പ്രക്ഷോഭം തിരിയരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പേര് ഇതിനകത്ത് ഇല്ലാത്തത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ആദ്യം ആഗ്രഹിച്ചത് ഒരിക്കലും ഇയാൾ ഇന്ത്യയിലോട്ട് പോകരുത് എന്നാണ്. കാരണം ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് നമ്മളോട് ശത്രുതാ മനോഭാവം തോന്നാനുള്ള സാധ്യതയുണ്ട്. യെസ്, മനസ്സിലായി. ഏതായാലും അവിടുത്തെ നീക്കങ്ങൾ ഇപ്പോൾ താങ്കളൊക്കെ കാഠ്മണ്ഡുവിൽ സുരക്ഷിതമായി ഒരു സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഇന്ത്യൻ എംബസിനടുത്താണ് ഞാനൊക്കെ താമസിക്കുന്നത്. അപ്പം ഇവിടെ സുരക്ഷിതമാണ് തൽക്കാലം. താങ്കളെ വീണ്ടും ഇടയ്ക്ക് ഞങ്ങൾ അവിടുത്തെ പുതിയ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് താങ്കളെ ഞങ്ങൾ ബന്ധപ്പെടും. ഏറ്റവും അവിടെ നിന്നൊരു പക്ഷേ തത്സമയ വിവരങ്ങൾ എന്ന മട്ടിൽ തന്നെ താങ്കൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ പ്രൊഫസർ ഡോക്ടർ സ്റ്റീഫൻ ചിറയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സ്റ്റീഫൻ ചിറയിൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇതിന് ഈ പറയുന്ന 10 ആവശ്യങ്ങൾ, അതിൽ പാലിക്കപ്പെടാവുന്ന ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ രാജിയൊക്കെ ആയിരിക്കാം വേഗത്തിൽ നടക്കുക. ആ നിലയിൽ ഒരു ഇടപെടലിൻ്റെ സാധ്യത കാണുന്നുണ്ടോ? അതോ ഈ പറയുന്ന രാജ്യം വിട്ട് ശർമ്മ ഒലിയൊക്കെ ഓടിപ്പോവുക എന്നതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വമില്ലാത്ത പ്രക്ഷോഭമാണോ ഇപ്പോൾ അവിടുത്തെ തെരുവുകളിൽ അരങ്ങേറുന്നത്? ഇന്നലെ 15-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളായിരുന്നു ആദ്യം ഇറങ്ങിയത്. ആ സമരത്തെ 20ഓളം പേര് മരിച്ചു കഴിഞ്ഞപ്പോ ഇന്ന് ജനങ്ങൾ മൊത്തം ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു മന്ത്രി രാജിവെച്ചു, ഇന്ന് 3-4 മന്ത്രിമാർ രാജിവെച്ചു. ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ കോട്ടയംകാരൻ ജോബി കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അങ്ങേരുടെ ചെക്കിങ് കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് എടുക്കുന്നില്ല. ഫ്ലൈറ്റ് മാറി അങ്ങേരെ അവിടെ കുടുങ്ങാൻ വഴിയുണ്ട്. പിന്നീട് 40ഓളം പേര് കാഠ്മണ്ഡുവില് ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പൊ അവർ ഇന്ത്യ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നേപ്പാളിലാണ്, ഒന്നും പേടിക്കണ്ട. കാരണം നേപ്പാളികൾ മലയാളികളെ ചേർത്ത് പിടിക്കും, പട്ടാളക്കാരായാലും ജനങ്ങളായാലും പ്രക്ഷോഭകാരായാലും. പക്ഷെ എങ്കിലും അപകടം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ അവരിപ്പോ ഉള്ളതിന്റെ തൊട്ടടുത്താണ് സെന്റ് സേവിയേഴ്സ് കോളേജ്. മലയാളിയാണ്, പാലക്കാരാണ് അവിടുത്തെ എല്ലാവരും. പിന്നെ അവിടുന്ന് ഏതാണ്ട് അടുത്ത് തന്നെയാണ് സെന്റ് സേവിയേഴ്സ് സ്കൂള്. സെന്റ് സേവിയേഴ്സ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ മാനേജർ ഫാദർ ജോർജ് മൂവാറ്റുപുഴക്കാരനാണ്. അവർക്ക് ആ കുടുങ്ങിക്കിടക്കുന്ന 40 പേരോട് ഒന്നും പേടിക്കണ്ട എന്ന് പറയൂ. കാരണം ഇത് നേപ്പാളാണ്. അവർക്ക് തൊട്ടടുത്ത് ഈ എല്ലാ സൗകര്യവും രക്ഷപ്പെടാൻ, അവർക്ക് ഒരു അപകടം വരാതിരിക്കാനുള്ള, ഏതാനും ദിവസങ്ങൾ വേണമെങ്കിലും ജീവിക്കാനുള്ള സൗകര്യം തൊട്ടടുത്ത് മലയാളികൾ തന്നെയുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിന്റെ ഇടയ്ക്ക് അപകടത്തിൽ പെട്ടുപോകാതെയും ശ്രമിക്കണമല്ലോ. കാരണം ഇതിപ്പം പട്ടാളമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ പട്ടാളത്തിന്റെ വെടി വരുമ്പോൾ മലയാളിയാണോ നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ 40 പേര് സേഫായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് അതിന്റെ ജോർജത്തിന്റെ ഒക്കെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. സെന്റ് സേവിയേഴ്സ് കോളേജ്, സെന്റ് സേവിയേഴ്സ് സ്കൂള് അവരിപ്പോൾ ഉള്ളതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അവർക്ക് അവിടെ യാതൊരു അപകടവും വരാതെ അവർക്ക് ഒരാഴ്ച വേണേലും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ രണ്ടുപേരും ഈ 2 സ്ഥലത്തായിട്ട്, ഒരു കോളേജും ഒരു സ്കൂളും ഉണ്ട്. അത് മലയാളികളെ സംബന്ധിച്ചും വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ഹിമാലയൻ എയർവേസിന്റെ ഒരു ഫ്ലൈറ്റ് തന്നെ കാഠ്മണ്ഡു എയർപോർട്ടിൽ, ത്രിഭുവൻ എയർപോർട്ടിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇപ്പൊ 2 ഹെലികോപ്റ്റർ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽപ്പുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഇന്ത്യയിലെ മലയാളികൾ 140 പേര് ഇവിടെ മൊത്തത്തിലുള്ളൂ. പക്ഷെ ഇന്ത്യക്കാര് 25 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാരണം UP, ബീഹാർ ഇവിടുത്തെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ത്യയായിട്ടൊരു ക്ലാഷ് വരാതിരിക്കാൻ ഇന്ത്യൻ എംബസി വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എങ്കിലും പുള്ളി എന്തൊക്കെ രക്ഷപ്പെടുക, അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ ആ 40 പേരെ സേഫ് ആക്കുക അല്ലേ? കേൾക്കുന്നുണ്ടാവുമല്ലോ.
ഇപ്പൊ കാഠ്മണ്ഡുവിൽ കുടുങ്ങിക്കിടക്കുന്ന ടൂറിസ്റ്റുകളായ 40 പേരെ സേഫ് ആക്കുക എന്നുള്ളതാണ്. ഈ 5ഉം 6ആം തീയതിയും തിരുവനന്തപുരത്ത് നിന്ന് 30 പേര് ഇവിടെ വന്നായിരുന്നല്ലോ. 30 പേര് ഇന്റർനാഷണൽ റോളർ സ്കേറ്റിങ്ങിന് വന്നായിരുന്നു. അത് മലയാളിയായ ബോബി അറേഞ്ച് ചെയ്തതാണ്. അത് എന്നിട്ട് രാജ്യങ്ങളിലെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ബോബി എന്തായാലും ഇന്നലെ ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. ഇപ്പൊ കോട്ടയംകാരൻ ജോബി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. പിന്നെ ഈ 40ഓളം മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവര് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ എംബസി ആയിട്ട് വിളിച്ചായിരുന്നല്ലോ, അവർക്കും സഹായിക്കാൻ പറ്റും. ഇന്ത്യൻ എംബസിയില് അവർക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ ഒരു സാൻഡി ജോസഫ് ഉണ്ട്, പിന്നെ മലയാളി ഒരു മടങ്ങൾ തന്നെയുണ്ട്, പിന്നെ ഒരു സെന്റ് മേരി സ്കൂളുണ്ട് 70 വർഷമായത്. ഡോക്ടർ സ്റ്റീഫൻ, എന്തായാലും ഞങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടങ്ങുന്ന സംഘത്തെ ഈ വിവരങ്ങൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാം. അവരുടെ തൊട്ടടുത്ത് തന്നെ മലയാളികളൊക്കെ ഉള്ള കേന്ദ്രങ്ങളുണ്ട് എന്ന താങ്കൾ പറഞ്ഞ കാര്യം അവരെ ഞങ്ങൾ അറിയിക്കാം. ജോബിയുമായി ഞങ്ങൾ നേരത്തെ ഏതാനും മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നു. ജോബി ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആകുന്നു, ഒരു പക്ഷേ എയർപോർട്ട് അടച്ചേക്കും എന്നൊരു ആശങ്കയുമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, സുരക്ഷിതരായി മടങ്ങിയെത്താൻ കഴിയുമെന്ന് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തുടർച്ചയായി ഈ ആളുകളുമൊക്കെയായി ബന്ധപ്പെടുന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഡോക്ടർ സ്റ്റീഫൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കുടുങ്ങിയ മലയാളി സുഹൃത്തുക്കളെ ഞങ്ങൾ അറിയിക്കാം. അവർക്ക് തൊട്ടടുത്ത് തന്നെ താങ്കളെപ്പോലുള്ളവരുണ്ട് എന്ന കാര്യം ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാം. വളരെ നന്ദി ഡോക്ടർ സ്റ്റീഫൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹവും അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം ഒരു പ്രക്ഷോഭം, ഒരു കലാപം എന്ന നിലയിലേക്കൊക്കെ മാറി അത് ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു പ്രതിഷേധമായി മാറുന്നതിൻ്റെ അപകടവും ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ അതൊരു ജനാധിപത്യ പ്രക്ഷോഭമായി മാറാനുള്ള സാധ്യത രണ്ടും നമ്മൾ കാണേണ്ടതുണ്ട്. രഞ്ജൻ ജയചന്ദ്രൻ വളരെ വിശദമായി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് അതിൽ ഇടപെടാൻ, ഇന്ത്യയുടെ പേര് അതിലേക്ക് വരാതിരിക്കാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇന്ത്യൻ എംബസിയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഓരോ നിമിഷവും കാഠ്മണ്ഡുവിൽ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അവിടുത്തെ മെട്രോപൊളിറ്റൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മേധാവി രാജിവെച്ചു. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. മിലിറ്ററി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നിമിഷവും കാഠ്മണ്ഡുവിലെ സ്ഥിതിഗതികൾ മാറുന്നു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ വിവാദം. ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചതിനു ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയത്. സംഭവം ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുകളുണ്ടെന്നും പരിഹരിക്കണമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. നടപടികളിൽ വീഴ്ചയില്ല എന്നും തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയതെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. സ്വർണ്ണപ്പാളികൾ ഇളക്കുമ്പോൾ തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും ഒപ്പമുണ്ടായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം അറ്റകുറ്റപ്പണി നടത്തും മുൻപ് നിരീക്ഷണത്തിനായി പ്രത്യേകം കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. 24 പത്തനംതിട്ട. തൃശൂർ പാളിയക്കരയിൽ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരും എന്ന് ഹൈക്കോടതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനായി കോടതിയിൽ ഹാജരാകണം. അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നിടത്ത് അപകടം പതിവാണ് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. തൃശൂർ മണ്ണൂത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചു. ടോൾ വിലക്ക് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർവീസ് റോഡിൽ ഗതാഗത പ്രശ്നമുണ്ടെന്നും അപകടങ്ങൾ പതിവാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പോലീസ് റിപ്പോർട്ട് അവഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കളക്ടറെ കൂടി കേട്ട ശേഷം ടോൾ വിലക്കിൽ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി നിലപാട്. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിലക്ക് നിലനിൽക്കെ ടോൾ നിരക്ക് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നു. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ടോൾ പിരിവ് പൂർണ്ണമായും റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് മുന്നേറ്റം. 1000 രൂപ വർദ്ധിച്ച് ഒരു പവന്റെ വില 80,880 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,110 രൂപയിലെത്തി. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയർന്നതാണ് സംസ്ഥാനത്ത് വില കൂടാൻ കാരണമായത്. ഇക്കാലത്തെയും റെക്കോർഡ് തകർത്താണ് സ്വർണ്ണവിലയുടെ ഇന്നത്തെ മുന്നേറ്റം. പവന്റെ വില ഇതാദ്യമായി 80,000 കടന്ന് 80,880 രൂപയായി. ഒരൊറ്റ ദിവസം കൊണ്ട് 1000 രൂപയാണ് പവന് കൂടിയത്. ഗ്രാമിന്റെ വിലയാകട്ടെ ആദ്യമായി 10,000 പിന്നിട്ട്
10,110 രൂപയായി. 9,985 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമിന്റെ വില. ഒരു പവന്റെ ആഭരണം വാങ്ങണമെങ്കിൽ ഇന്നത്തെ സ്വർണ്ണവിലയനുസരിച്ച് 83,000 രൂപയെങ്കിലും നൽകണം. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ഫീസ് തുടങ്ങിയവയും സ്വർണ്ണവിലയ്ക്കൊപ്പം നൽകണം. 3 വർഷത്തിനുള്ളിലാണ് സ്വർണ്ണവില ഇരട്ടിയായി ഗ്രാമിന് 10,000 രൂപ കടക്കുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണ വിപണിയിലെ മാറ്റങ്ങൾ, ഡോളറിനെതിരായ രൂപയുടെ മൂല്യം എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ്. ഒരു ട്രോയ് ഔൺസ് സ്വർണം $3,634.25 നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം, US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായി. ഓൺലൈൻ ട്രേഡിംഗിലെ നിക്ഷേപകർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നതും വിലവർധനവിന് കാരണമാണ്. 24 കൊച്ചി. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് തടയാൻ ഓണക്കാലത്ത് എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റിലായത് 1,457 പേർ. 242 കിലോ കഞ്ചാവാണ് ഇക്കാലയളവിൽ പിടിച്ചെടുത്തത്. 21 ലക്ഷം രൂപ പിഴയായി ഈടാക്കി. ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 7 വരെയായിരുന്നു എക്സൈസിന്റെ പ്രത്യേക പരിശോധന. സംസ്ഥാന അതിർത്തികൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തി. 15,548 പരിശോധനകളാണ് എക്സൈസ് മാത്രം നടത്തിയത്. 1,475 കേസുകളിലായി 1,457 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരിക്കടത്തിനുപയോഗിച്ച 45 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 242 കിലോ കഞ്ചാവും 185 കഞ്ചാവ് ചെടികളും പിടികൂടി. 234 ഗ്രാം ഹെറോയിൻ, 44 ഗ്രാം ബ്രൗൺ ഷുഗർ, 1.5 കിലോ ഹഷിഷ് ഓയിലും പിടിച്ചെടുത്തു. MDMAയും LSDയും മെത്തഫെറ്റമിനും പിടികൂടിയിട്ടുണ്ട്. ഇക്കാലയളവിൽ എക്സൈസ് ആകെ പിഴയിനത്തിൽ ചുമത്തിയിട്ടുള്ളത് 21,19,600 രൂപയാണ്. സ്ഥിരം ലഹരി ഇടപാടുകാരെ പ്രത്യേകം നിരീക്ഷിക്കാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലഘോഷയാത്ര ഉടൻ ആറന്മുളയിൽ നടക്കും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ആറന്മുളയിൽ നിന്ന്. വിഷ്ണു, ഈ പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന ജലഘോഷയാത്ര തുടക്കത്തിൽ തന്നെ വളരെ കമനീയമായൊരു കാഴ്ചയാണ്. 51 പള്ളിയോടങ്ങൾ പമ്പയിലൂടെ ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങുന്നത് ഒരു അതിഗംഭീരമായ കാഴ്ചയാണ്. എപ്പോഴാണ് ഈ ജലഘോഷയാത്ര തുടങ്ങുന്നത്? അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? വിജയകുമാർ, ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമായിരിക്കും ജലഘോഷയാത്ര നടത്തുക. 51 പള്ളിയോടങ്ങൾ, വിവിധ കരകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 51 പള്ളിയോടങ്ങൾ ഇതിനോടകം തന്നെ ഈ പവലിയനിലേക്ക് അടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലാഗ് ഓഫ് നടക്കും. ഫ്ലാഗ് ഓഫിന് ശേഷമാണ് ഇവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുക. അതൊരു കാഴ്ച തന്നെയാണ്. അമരച്ചാർത്തെല്ലാം ചാർത്തി, തലപ്പാവെല്ലാം കെട്ടിയ തുഴച്ചിൽക്കാർ ഒരുപക്ഷെ ഒരു മത്സര ഇനം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൈതൃകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമയും ഒക്കെ വിളിച്ചോതുന്ന ഒരു വള്ളംകളിയാണ് നിലവിൽ ഉത്രട്ടാതി വള്ളംകളി. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമേറിയ ജലോത്സവങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പെരുമയിൽ പേരുകെട്ട് നിൽക്കുന്നത്. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യമായി കണക്കാക്കുന്നത് മങ്ങാട്ടില്ലത്ത് നിന്ന് ആറന്മുളയ്ക്ക് ഓണക്കാഴ്ചയുമായി പമ്പയിലൂടെ വന്ന വട്ടതിരിയെ അക്രമികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കരക്കാർ ഈ തിരുവോണ വള്ളത്തിന് അകമ്പടിയായി പള്ളിയോടങ്ങളിൽ പോയി എന്നാണ് ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്നത്. അതിൽ പ്രമാണിച്ചാണ് ആറന്മുള പാർത്ഥസാരഥിക്ക് മുമ്പിലൂടെ ഒഴുകുന്ന പമ്പാ നദിയിൽ പിൽക്കാലത്ത് ഈ ആറന്മുള ജലോത്സവം എന്ന പേരിലുള്ള ഈ വള്ളംകളി മത്സരങ്ങൾ ആരംഭിച്ചത്. ഓരോ കരക്കാരും അവരുടെ അഭിമാനമായി, അവരുടെ വിശ്വാസമായെല്ലാം കരുതുന്ന പള്ളിയോടങ്ങൾ ഈ കരയിൽ ഈ പമ്പാ നദിയിലേക്ക് എത്തുകയും പിന്നീട് അതൊരു മത്സര സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. A-B ബാച്ചുകളിലായാണ് മത്സരം നടക്കുന്നത്. 50 സാധാരണഗതിയിൽ 52 പള്ളിയോടങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അത് ഒരുപക്ഷെ ഓരോ കരയുടെയും അടയാളങ്ങളാണ്. ആറാട്ടുപുഴ മുതൽ അങ്ങ് വെൺപാല വരെ നീണ്ടു നിൽക്കുന്ന പള്ളിയോടങ്ങൾ നിൽക്കുന്ന ഒരിടമാണ്. അവിടേക്ക് ഇത്തവണ അത് 50 പള്ളിയോടങ്ങളാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. 51 പള്ളിയോടങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. ഒരുപാട് പ്രമുഖർ ഈ പള്ളിയോടങ്ങൾക്കിടയിലുണ്ട്. കീഴുകരയുണ്ട്, കീഴ്മേഴിയുണ്ട്, കിഴക്കന്തറ, ഓതറയുണ്ട്,
പള്ളിയോടങ്ങളുണ്ട്, ഓതറയുണ്ട്, അതോടൊപ്പം തന്നെ കുറിയന്നൂർ, മല്ലപ്പുഴശ്ശേരി, മംഗലം, മാരാമൺ, മേലുകര, മുണ്ടകാവ്, മുതവഴി, പൂവത്തൂർ കിഴക്ക്, അങ്ങനെ പ്രയാറ്, പുല്ലുപുറം, അങ്ങനെ റാന്നി, മാരാമൺ തുടങ്ങിയ ഒരുപാട് പള്ളിയോടങ്ങളുണ്ട്. ഒരു പ്രദേശത്തിന്റെ അവരുടെ ഒന്നാകെ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ ഐതിഹ്യത്തിന്റെ ഒക്കെ അടയാളങ്ങളാണ് പള്ളിയോടങ്ങൾ. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് അവിടെ നടക്കുകയാണ്. മന്ത്രി വീണ ജോർജ് ഈ ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുകയാണ്. 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ ജലഘോഷയാത്ര തുടങ്ങും. അതൊരു അതിഗംഭീരമായ കാഴ്ചയാണ്. നമ്മൾ ആ സമയമാകുമ്പോഴേക്കും ഈ വാർത്തയുടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കൊക്കെ മടങ്ങി വരും. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ഭരണ തർക്കം പോലീസ് പരാതിയിലേക്ക്. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ സിൻഡിക്കേറ്റ് അംഗം പോലീസിൽ പരാതി നൽകി. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സ് VC തിരുത്തി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിച്ചെന്നായിരുന്നു സിൻഡിക്കേറ്റ് യോഗ തീരുമാനമായി പുറത്തു വന്നത്. എന്നാൽ KS അനിൽകുമാർ വിഷയം കോടതി പരിഗണനയിലിരിക്കുന്നതിനാൽ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം. വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേലും മുൻ രജിസ്ട്രാർ ഇൻചാർജായിരുന്ന മിനി കാപ്പനും എതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് മിനിറ്റ്സിൽ ഇരുവരും തിരുമുറി നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാലാണ് പരാതി നൽകിയത്. പരാതിയിൽ വഞ്ചന, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം വരുത്തൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആരോപിക്കുന്നു. ഇന്നലെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതേസമയം മിനിറ്റ്സ് തിരുത്തിയെന്ന വാദം വൈസ് ചാൻസലർ തള്ളി. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് രജിസ്ട്രാർ ഇൻചാർജ് മുഖേന നൽകാനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. 11 കോടി രൂപയിലധികം പ്രതിദിന വരുമാനം നേടി സർവകാല റെക്കോർഡ് കുറിച്ച് KSRTC. ഓണാവധികൾക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമായ ഇന്നലെയാണ് റെക്കോർഡ് വരുമാനം നേടിയത്. എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ 10 കോടി 19 ലക്ഷം രൂപയാണ് ഇന്നലെ KSRTC നേടിയത്. ടിക്കറ്റിന് പുറമെയുള്ള വരുമാനം കൂടി ചേർത്താൽ 11 കോടി 2 ലക്ഷമായി പ്രതിദിന വരുമാനം ഉയരും. മുൻപ് 2024 ഡിസംബർ 23-ന് ശബരിമല സീസണിൽ നേടിയ 9.22 കോടി രൂപയായിരുന്നു ഉയർന്ന ടിക്കറ്റ് വരുമാനം. കഴിഞ്ഞ വർഷം ഓണം സമയത്ത് നേടിയ 8.29 കോടി രൂപയാണ് ഓണക്കാല സർവകാല റെക്കോർഡ്. 4607 ബസ്സുകളാണ് ഇന്നലെ ഓപ്പറേറ്റ് ചെയ്ത് വരുമാനം ലഭ്യമാക്കിയത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ടെക്നോപോവ സ്ലിം 5G മൊബൈൽ ഒഫീഷ്യൽ ലോഞ്ച് കോട്ടയം മൈജിയിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ലോഞ്ച് നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും സ്ലിമസ്റ്റ് 3D കർവ്ഡ് അംലോയിഡ് ഡിസ്പ്ലേ ആണ് പ്രധാന സവിശേഷത. രൂപകൽപ്പനയ്ക്കൊപ്പം പ്രവർത്തനക്ഷമതയും സ്റ്റൈലും ഒരുമിക്കുന്നതാണ് പുതിയ ഫോൺ. 10 മാസത്തെ തവണ വ്യവസ്ഥയിൽ ഫോൺ സ്വന്തമാക്കാം. സെപ്റ്റംബർ 30-നുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 2 വർഷ വാറണ്ടിയും ലഭിക്കും. മൈജിയുടെ ഓണ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നേടാനുള്ള അവസരവും ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ലഭിക്കും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.